ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ അംഗമായിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഓരോ ക്ലാസ്സിന്റെയും PDF-ഉം അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും എല്ലാം നടക്കുന്നത് നമ്മുടെ ടെലിഗ്രാമിലാണ്. ഇനി നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ, ടെലിഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അതെന്താണ്? കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. കാർഷിക രംഗത്തെ ഗണ്യമായ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ. അതിന് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് എടുക്കണ്ടേ? എന്തൊക്കെയാണത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അത് കൂടുതൽ നമ്മുടെ കാർഷിക രംഗത്തെ പുരോഗതിക്ക് നമ്മളെ സഹായിക്കും അല്ലെ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, പിന്നെന്താണ്? ജലസേചന സൗകര്യങ്ങൾ അല്ലെ. ജലസേചന സൗകര്യങ്ങൾ, രാസവളം അല്ലെ. രാസവളമൊക്കെ കാർഷിക രംഗത്തെ പുരോഗതിക്ക് കൂടുതൽ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം അല്ലെ, കുറഞ്ഞ പലിശയിൽ വായ്പകൾ നൽകുന്നത്, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. അതിനടുത്ത സ്റ്റെപ്സ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം അല്ലെ, കുറഞ്ഞ പലിശയിൽ വായ്പകൾ നൽകുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി എടുത്ത സ്റ്റെപ്സ് ആയിരുന്നു. ഇനി ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ഈ ഹരിത വിപ്ലവം എന്ന സംഭവം ഒരു സ്ഥലത്ത് തുടക്കം കുറിക്കണ്ടേ? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മെക്സിക്കോയിലാണ്. 1944 മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. പിന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആ ചോദ്യം ശ്രദ്ധിക്കണം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ആണ്. അവിടെ വേറൊരു ചോദ്യം വരാണ്ട്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? അത് നോർമൻ ബോർലോഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ആഡം സ്മിത്ത് ആണ് അല്ലെ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അത് ആഡം സ്മിത്ത് ആണ്. എന്നാൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അതാരാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലെ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. അപ്പൊ അത് നമ്മൾ വേർതിരിച്ച് തന്നെ പഠിക്കണം. എന്താണ് ഇവിടെ എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അപ്പൊ അതെന്താണ്? ലോകം മൊത്തം ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അതാരാണ്? നോർമൻ ബോർലോഗ് ആണ് അല്ലെ. ഇനി ഇന്ത്യയിൽ മാത്രം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരായിരുന്നു? ഇന്ത്യയിൽ മെയിൻ ആയിട്ട് നേതൃത്വം നൽകിയത്. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? MS സ്വാമിനാഥനാണ്. അപ്പൊ അത് വേർതിരിച്ച് തന്നെ പഠിച്ചു വെക്കുക. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത് എവിടെ നിന്നാണ് ചോദിച്ചാൽ അത് മെക്സിക്കോയിൽ നിന്നാണ്. 1944 മെക്സിക്കോയിൽ നിന്നാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ അല്ലേ? അതുവരെ ഓക്കെ അല്ലേ? നോർമൻ ബോർലോഗ് അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ് കേട്ടോ. അദ്ദേഹം മെക്സിക്കോക്കാരനല്ല. മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മെക്സിക്കോക്കാരനാണെന്ന് പഠിച്ചു വെക്കരുത്. അല്ല, അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. അപ്പൊ നോർമൻ ബോർലോഗ് ഒരു അമേരിക്കക്കാരനാണ്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, നോർമൻ ബോർലോഗ് അമേരിക്കക്കാരനാണ്. സൊണാറ 64, ലെർമ 64 ഇതൊക്കെ അദ്ദേഹം വികസിപ്പിച്ച വിത്തിനങ്ങളാണ്. അദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനങ്ങളാണ് സൊണോറ, അതുപോലെ തന്നെ ലെർമ 64. സൊണോറ 64, ലെർമ 64. ഓക്കെ, ഇനി ധനസഹായം നൽകിയത്, ഇത് ഹരിത വിപ്ലവം തുടങ്ങണമെങ്കിൽ അതിനൊരു ധനസഹായം വേണ്ട. ഈ നോർമൻ ബോർലോഗിന്റെ കയ്യിൽ അതിന് മാത്രം ധനം ഉണ്ടാവും ഇല്ലല്ലോ. അപ്പൊ അതിന് വേണ്ടി ധനസഹായം നടത്തിയത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആണ്. ആരാണ്? റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. സ്റ്റേറ്റ്മെന്റ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആണ് ഹരിത വിപ്ലവത്തിന് ആദ്യകാലത്ത് ധനസഹായം നൽകിയിരുന്നത്. ഹരിത വിപ്ലവത്തിന് ധനസഹായം നൽകിയിരുന്നത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആണ്. ഇനി നോർമൻ ബോർലോഗിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ചോദിക്കും. അദ്ദേഹത്തിന് സമാധാനത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. സമാധാനത്തിനാണ് നോർമൻ ബോർലോഗിന് നോബൽ സമ്മാനം ലഭിച്ചത്. 1970 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. 1970 സമാധാനത്തിനായിരുന്നു. ഏത് വിഷയത്തിനാണ് ലഭിച്ചതെന്ന് ചോദിക്കും. ഏതാണ്? സമാധാനത്തിനാണ് കേട്ടോ. സമാധാനത്തിന്
എന്താണ് സമാധാനത്തിന് ഒരു കൃഷി ശാസ്ത്രജ്ഞൻ, ആദ്യമായിട്ട് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ് ആര്? നോർമൻ ബോർലോഗ്. ആദ്യമായിട്ട് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. 1970 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഓക്കെ, എപ്പോഴാണ് ഈ നോബൽ സമ്മാനം എന്ന സമ്മാനം കൊടുത്തു തുടങ്ങിയത്? എപ്പോഴാണ് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്? 1901 കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, 1901 നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. 6 വിഷയങ്ങൾക്കാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത് അല്ലെ. 6 വിഷയങ്ങൾക്കാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത്. ആദ്യമായിട്ട് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിക്കും, അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോറിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്തിനാണ്? സാഹിത്യത്തിനാണ്. ഏത് വിഷയത്തിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ സാഹിത്യത്തിനാണ് കേട്ടോ. ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക, എല്ലാത്തിലും നമുക്കൊരു ജസ്റ്റ് അറിവുണ്ടാവണം. എന്താണ് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷം നമ്മൾ പഠിച്ചു 1901. ആദ്യം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ 1913 രവീന്ദ്രനാഥ് ടാഗോറിനാണ്. ഗീതാഞ്ജലി എന്ന കൃതിക്ക് സാഹിത്യത്തിനാണ് അദ്ദേഹം ലഭിച്ചത്. നമ്മൾ ഇവിടെ എന്താണ് പഠിച്ചത്? നോർമൻ ബോർലോഗിന് 1970 എന്തിനായിരുന്നു ലഭിച്ചത്? 1970 നോർമൻ ബോർലോഗിന് ഏത് വിഷയത്തിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ സമാധാനത്തിനാണ്. എന്താണ്? ഹരിത വിപ്ലവം കൊണ്ട് ഉണ്ടായ ഒരു ഗുണമാണ്. എന്താണ്? ഒരുപാട് പേരുടെ പട്ടിണി മാറ്റാൻ സാധിച്ചു അല്ലെ. ഹരിത വിപ്ലവം കൃഷിക്ക് ഊന്നൽ നൽകിയത് കൊണ്ട് ഒരുപാട് ആളുകളുടെ പട്ടിണി മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ സമാധാനത്തിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. 1970 നോർമൻ ബോർലോഗിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ആദ്യത്തെ കൃഷി ശാസ്ത്രജ്ഞൻ, കാർഷിക ശാസ്ത്രജ്ഞൻ ആര്? നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ കാർഷിക ശാസ്ത്രജ്ഞനാണ്, കൃഷി ശാസ്ത്രജ്ഞനാണ് ആര്? നോർമൻ ബോർലോഗ്. അതുവരെ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ബോർലോഗ് അവാർഡ് നോർമൻ ബോർലോഗ്, ആ പേര് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഈ ബോർലോഗ് അവാർഡ് എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. ഇദ്ദേഹത്തിന്റെ പേര് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയുന്ന ഏതൊരു കുട്ടിക്കും നമുക്കറിയാം, ഇദ്ദേഹം ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. ഹരിത വിപ്ലവം ഊന്നൽ നൽകിയത് കൃഷിക്കാണ്. ഇതറിയുന്ന ഏതൊരു കുട്ടിക്കും, ഏതൊരു പൊട്ടൻ കുട്ടിക്കും ഇത് മനസ്സിലാവും. എന്താണ് ഈ ബോർലോഗ് അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കൃഷിക്കാണ്. അപ്പൊ അത് ഒരുപാട് ആലോചിച്ച് കൂട്ടിയെ കാണാതെ പഠിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ് നമുക്ക് അറിയാം. അപ്പൊ ഈ ബോർലോഗ് അവാർഡ് ഇദ്ദേഹത്തിന്റെ പേര് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹരിത വിപ്ലവത്തിനാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു കൃഷി ശാസ്ത്രജ്ഞനാണ്, അതും നമുക്ക് അറിയാം. അപ്പൊ ഈ ബോർലോഗ് അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മറക്കരുത് കേട്ടോ. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1970 ഏത് വിഷയത്തിനാണ് ലഭിക്കുന്നതെന്ന് എന്തായാലും പഠിച്ചു വെക്കണം. അവിടെ സാഹിത്യം എന്ന് തരും, സമാധാനം എന്ന് തരും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഭൗതിക ശാസ്ത്രം എന്ന് തരും, രസതന്ത്രം തരും. അപ്പൊ ഏതിനാണ് ലഭിച്ചത്? സമാധാനത്തിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ബോർലോഗ് അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മെക്സിക്കോയിലാണ്. ഈ നോർമൻ ബോർലോഗ് ഒരു അമേരിക്കക്കാരനാണ്. ഓക്കെ, ഇതുവരെ പഠിച്ച ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തേക്ക് കിടക്കാം. ഈ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അത് വില്യം ഗൗഡ് ആണ് കേട്ടോ. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. നമ്മൾ പഠിച്ചു പിതാവ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. നമുക്കറിയാം, നമ്മുടെ ആറ്റത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജോൺ ഡാൽട്ടൺ ആണ്. പക്ഷെ ഈ പിതാവ് തന്നെ പേരിടണമെന്നുണ്ടോ? കുട്ടി ജനിച്ചു, അത് കൂടെ പോയ അമ്മാവന് വന്ന് പേരിട്ടൂടെ? നമ്മുടെ ഒരു അമ്മാവൻ അത് കൂടെ കയറി വരികയാണ്. അമ്മാവൻ പറയാണ് ഇതാണ് കുട്ടിയുടെ പേര്. അപ്പൊ പേരിടുന്നത് പിതാവ് തന്നെ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത് എന്നതുകൊണ്ട് ജോൺ ഡാൾട്ടൺ തന്നെ പേരിടണമെന്നില്ല. ആരാണ് പേരിട്ടത്? ഓസ്റ്റ്വാൾട്ട് ആണ് ആറ്റത്തിന് പേരിട്ടത് അല്ലെ. ആറ്റം എന്ന പേരിട്ടതെന്നല്ല, ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ഗൗഡ് ആണ്. ആരാണ്? വില്യം ഗൗഡ് ആണ്. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? MS സ്വാമിനാഥൻ ആണ്. ഓക്കെ, അതുവരെ ക്ലിയർ ആവണേ. അപ്പൊ പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, ഗ്രീൻ റവല്യൂഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡ് ആണ്. ഏഷ്യയിൽ ആദ്യം എവിടെയാണ് തുടക്കം കുറിച്ചത്? ഏഷ്യയിൽ ഫിലിപ്പൈൻസിലാണ്. അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടത്തിലല്ലേ തുടക്കത്തിൽ ഇങ്ങനെ കയറി വരിക. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, തുടക്കം കുറിച്ച സ്ഥലം അത് തന്നെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത്. എന്തായാലും ഓപ്ഷനിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടാവും. നമുക്ക് സ്വാഭാവികമായിട്ടും പോയി കുത്താൻ തോന്നുക ഇന്ത്യയിലാവും. കാരണം നമ്മൾ കൂടുതൽ ഇവിടെ പഠിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഇന്ത്യയെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യയാണ്. അല്ല, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യയല്ല, എന്നാലും നമ്മൾ കൂടുതൽ പഠിക്കുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഹരിത വിപ്ലവത്തിൽ ഏഷ്യയിലേക്ക് കൊണ്ടുവന്നത്, ഹരിത വിപ്ലവം ഏഷ്യയിൽ തുടക്കം കുറിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത്
ഫിലിപ്പീൻസ് ആണ്. അതുവരെ ക്ലിയർ അല്ലേ? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? അത് മെക്സിക്കോയിലാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ബോർലോഗ്. നമ്മൾ ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ കൂടെ റിപ്പീറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു റിവിഷന്റെ ആവശ്യം വരരുത്. അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത്രയേറെ തവണ റിപ്പീറ്റ് ചെയ്ത ശേഷമേ ഞാൻ ക്ലാസ് നിർത്തുള്ളൂ. അപ്പൊ പറ്റുന്ന അത്രയും തവണ ഞാൻ വെറുതെ കേൾക്കല്ലാതെ എന്റെ കൂടെ നിന്ന് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ചോദിക്കും ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പൊ അതിനൊക്കെ നിങ്ങളും കൂടെ ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് നോർമൻ ബോർലോഗ് ആണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം എപ്പോഴാണ്? 1970-ലാണ്. ഏത് വിഷയത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്? ഏത് വിഷയത്തിനാണ് ലഭിച്ചത്? സമാധാനത്തിനാണ് 1970 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ നമ്മൾ വേറെ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്? ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മക്കായിട്ടാണ് അല്ലേ? ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മക്കായിട്ടാണ് നോബൽ സമ്മാനം. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞു തന്നു നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷം എപ്പോഴാന്ന് ചോദിച്ചപ്പോഴാണ് 1901-ലാണ് ഫസ്റ്റ് കൊടുത്തു തുടങ്ങണേ. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി. 1901-ലാണ് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. ഇനി നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ആദ്യ ഏഷ്യക്കാരൻ ആര് എന്നൊക്കെ ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അദ്ദേഹത്തിന് എന്തിനാണ് ലഭിച്ചത്? എന്തിനാണ്? സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. രവീന്ദ്രനാഥ് ടാഗോർ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലെ? അദ്ദേഹം ഒരു കവിയാണ്. അപ്പൊ അദ്ദേഹത്തിന് സാഹിത്യത്തിനാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ മറ്റ് കൃതികൾ നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഘോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ട് അല്ലെ? താജ്മഹലിനെ അദ്ദേഹം എന്താണ് വിശേഷിപ്പിച്ചത്? കാലത്തിന്റെ കവിൾ തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്തതായിട്ട് ലഭിച്ചത് ആർക്കാണ്? 1930-ലാണ്. 1913-ലാണ് ആദ്യം ലഭിച്ചത്. ആർക്കാണ്? രവീന്ദ്രനാഥ് ടാഗോറിനാണ്. അടുത്തതായിട്ട് 1930 CV രാമനാണ് ലഭിച്ചത് അല്ലെ? രാമൻ എഫക്ട് കേട്ടിട്ടുണ്ടാവും. 1930 CV രാമനാണ് ലഭിച്ചത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കട്ടോ. 1970-ലാണ് നമ്മുടെ നോർമൻ ബോർലോഗിന് എന്ത് ലഭിക്കുന്നത്? നോർമൻ ബോർലോഗിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് 1970 സമാധാനത്തിനാണ്. ആദ്യ എന്ത് ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം? കൃഷി ശാസ്ത്രജ്ഞൻ. നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ കൃഷി ശാസ്ത്രജ്ഞനാണ് ആരാണ്? നോർമൻ ബോർലോഗ്. അതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? പിന്നെ ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ഗൗഡ് ആണ്. ഏഷ്യയിൽ ആദ്യം തുടക്കം കുറിച്ചത് എവിടെയാണ്? അത് ഫിലിപ്പീൻസിലാണ് അല്ലെ? ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ പിതാവ് നമ്മൾ പ്രത്യേകം തന്നെ പഠിക്കണം. നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പക്ഷെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് അദ്ദേഹമാണോ? അല്ല. ആരാണ്? ആഡം സ്മിത്ത് ആണ് അല്ലെ? അപ്പൊ രണ്ടും വേർതിരിച്ച് പഠിക്കുന്നത് പോലെ ഇവിടെ നമുക്ക് പഠിക്കാണ്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ്. 1925 ഓഗസ്റ്റ് 7-നാണ് അദ്ദേഹം ജനിച്ചത്. 1925 ഓഗസ്റ്റ് 7-നാണ് അദ്ദേഹം തമിഴ്നാട് കുംഭകോണത്താണ് ജനനം. അദ്ദേഹത്തിന്റെ ജനനം. എന്നാൽ നമ്മൾ ഒരു എക്സ്ട്രാ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അദ്ദേഹത്തിന്റെ തറവാട് നമ്മുടെ കേരളത്തിലാണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന്റെ തറവാട് ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പാണ് കേട്ടോ അദ്ദേഹത്തിന്റെ തറവാട്. 2023 സെപ്റ്റംബർ 28-ന് അദ്ദേഹം ചെന്നൈയിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടത്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, 2023 സെപ്റ്റംബർ 28-നാണ് അദ്ദേഹം മരണപ്പെട്ടത്. ചിലപ്പോ ഒരുപക്ഷെ നമുക്ക് കറണ്ട് അഫയർ ആയിട്ടും ചോദിച്ചേക്കാം. ഇനി സാധ്യത ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. എന്നാണ് MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ മരണപ്പെട്ടത് എന്ന്? അന്തരിച്ച ദിവസം അല്ലെങ്കിൽ വർഷം, ദിവസം തന്നെ ചോദിക്കും. ദിവസം എന്നാണ്? 2023 സെപ്റ്റംബർ 28-നാണ്. ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ അതാരാണ്? MS സ്വാമിനാഥനാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവായി എന്ന് ചോദിച്ചാലും ആരാണ്? MS സ്വാമിനാഥനാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ചാൻസ് കൂടുതലാണ്. അദ്ദേഹം എന്ന് അന്തരിച്ചു എന്നുള്ള ആ ചോദ്യത്തിന് ചാൻസ് കൂടുതലാണ്. 2023 സെപ്റ്റംബർ 28-നാണ്. 1925 ഓഗസ്റ്റ് 7-നാണ് അദ്ദേഹം ജനിച്ചത്. എവിടെ വെച്ചിട്ടാണ്? തമിഴ്നാട് കുംഭകോണത്താണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, സർബതി സോണോറ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു വിത്തിനമാണ് കേട്ടോ. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു ഗോതമ്പിനമാണ് സർബതി സോണോറ.
അദ്ദേഹത്തിന് വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് MS സ്വാമിനാഥൻ. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? MS സ്വാമിനാഥനാണ്. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് MS സ്വാമിനാഥൻ. നാഷണൽ അഗ്രികൾച്ചറൽ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ആര്? MS സ്വാമിനാഥൻ. മാക്സസെ അവാർഡ്, അദ്ദേഹത്തിന് മാക്സസെ അവാർഡ് ലഭിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1971 അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ എന്തിനോ ഇപ്പൊ പഠിച്ചതാണ്. എന്താണ്? ആർക്ക്? നോർമൻ ബോർലോഗിന് നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് 1970. MS സ്വാമിനാഥന് മാക്സസെ പുരസ്കാരം ലഭിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1971. അപ്പൊ 2 വർഷം അടുപ്പിച്ച് തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ 1970 നോർമൻ ബോർലോഗിന് നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ നോബൽ സമ്മാനം ലഭിച്ചു അത് MS സ്വാമിനാഥനാണ് നോബൽ സമ്മാനം ലഭിച്ചതെന്നൊന്നും ഓർത്തു വെക്കരുത്. ആർക്കാണ്? നോർമൻ ബോർലോഗിനാണ്. നോർമൻ നോബൽ അവിടെ വെച്ച് നോ എന്ന് വെച്ച് കണക്ട് ചെയ്താൽ മതി. നോർമൻ ബോർലോഗിന് നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് 1970. മാക്സസെ അവാർഡ് ആർക്കാണ്? MS സ്വാമിനാഥന് മാക്സസെ പുരസ്കാരം ലഭിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1971. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? മനിലയിലാണ് കേട്ടോ. അത് എവിടെയാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അതിന്റെ അധ്യക്ഷനായ ആദ്യ ഇന്ത്യക്കാരനാണ് ആരാണ്? MS സ്വാമിനാഥൻ. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായ ആദ്യ ഇന്ത്യക്കാരനാണ് MS സ്വാമിനാഥൻ. ഇനി MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ് കേട്ടോ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്നൈയിലാണ് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ചെന്നൈയിലാണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് നമ്മൾ പഠിച്ചു. ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? നോർമൻ ബോർലോഗ് ആണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1970. വിഷയം ഏതാന്ന് ചോദിച്ചാൽ സമാധാനമാണ്. ഓക്കെ, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം കിട്ടിയോ? ഫിലിപ്പൈൻസ് ആണ് അല്ലെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, അതുവരെ ക്ലിയർ അല്ലേ? ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം പഠിച്ചു. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ, ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? MP സിംഗ് ആണ്. ഹരിത വിപ്ലവ നായകൻ എന്ന് ചോദിച്ചാലും ഇന്ത്യൻ എന്ന് ചോദിച്ചാലും വേറെ ആരും പരാമർശിച്ചിട്ടില്ല. ആരാണ്? MP സിംഗ് ആണ് കേട്ടോ. ആരാണ്? MP സിംഗ് ആണ് ഹരിത വിപ്ലവ നായകൻ എന്നറിയപ്പെടുന്നത്. MP സിംഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവ നായകൻ എന്നറിയപ്പെടുന്നത് MP സിംഗ് ആണ്. ഈ 4 പേരുകളും നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇനി ഹരിത വിപ്ലവ സമയത്തെ കേന്ദ്രമന്ത്രി, ഇന്ത്യയിൽ ഹരിത വിപ്ലവ സമയത്തെ കേന്ദ്രമന്ത്രി ആരാന്ന് ചോദിച്ചാൽ C സുബ്രഹ്മണ്യമാണ്. ആരാണ്? C സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടക്കം കുറിച്ച സമയത്തെ കേന്ദ്രമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ C സുബ്രഹ്മണ്യം. ആരാണ്? C സുബ്രഹ്മണ്യം. കൂടുതൽ വിളഞ്ഞ ധാന്യം, ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ കൂടുതൽ വിളഞ്ഞ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിൽ കൂടുതൽ വിളഞ്ഞ ധാന്യം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ഗോതമ്പാണ് കേട്ടോ. ഏതാണ്? ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിൽ കൂടുതൽ വിളഞ്ഞ ധാന്യമാണ് ഗോതമ്പ്. ഇന്ത്യയിൽ ഏതൊക്കെയാണ്? കല്യാൺ സോന, സോനാലിക എന്നീ ഗോതമ്പിനങ്ങളാണ് കൂടുതൽ വിളഞ്ഞത്. പുതിയ ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോന. വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കല്യാൺ സോന, സോനാലിക. ഓക്കെ, ആരാണ്? MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കല്യാൺ സോന, സോനാലിക. കല്യാൺ സോന, സോനാലിക. കല്യാൺ സോന, സോനാലിക. കല്യാൺ സോന അതിൽ തന്നെ ഒരു സോന ഉണ്ട്, അവിടെ തന്നെ സോനാലിക. അത് വെച്ച് കണക്ട് ചെയ്താൽ മതി കേട്ടോ. കല്യാൺ സോന, സോനാലിക. ഓക്കെ, കൂടുതൽ നേട്ടം ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ്? ഹരിത വിപ്ലവത്തിൽ കൂടുതൽ നേട്ടം കൈവരിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ പഞ്ചാബ് ആണ് കേട്ടോ. ഹരിത വിപ്ലവത്തിൽ കൂടുതൽ നേട്ടം കൈവരിച്ച നമ്മുടെ സംസ്ഥാനമാണ് പഞ്ചാബ്. ഇനി ഹരിത വിപ്ലവത്തിന് 2 ഘട്ടങ്ങളുണ്ട്. 1ാം ഘട്ടം എന്നും 2ാം ഘട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്. അത് 1965 മുതൽ 75 വരെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങൾക്ക് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ കൊടുത്തതാണ്. 60കളുടെ പകുതി മുതൽ 70കളുടെ പകുതി വരെ എന്നാണ് നമ്മുടെ ശരിക്കുള്ള ഉത്തരം. അപ്പൊ 1ാം ഘട്ടം 60കളുടെ പകുതി മുതൽ 70കളുടെ പകുതി വരെയും 2ാം ഘട്ടം 70കളുടെ പകുതി മുതൽ 80കളുടെ പകുതി വരെയുമാണ്. ഓക്കെ, 1ാം ഘട്ടം 60കളുടെ പകുതി മുതൽ 70കളുടെ പകുതി വരെയും 2ാം ഘട്ടം 70കളുടെ പകുതി മുതൽ 80കളുടെ പകുതി വരെയും ആണ്. ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ്? മറക്കരുത്, ഗോതമ്പാണ്. കല്യാൺ സോന എന്താണ്? കല്യാൺ സോന എന്തിന്റെ സങ്കരനമാണ്? അങ്ങനെ എന്തെങ്കിലും ചോദ്യം വന്നാൽ എന്താണ്? കല്യാൺ സോന എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഗോതമ്പാണ്. ഓക്കെ, കല്യാൺ സോന MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനമാണ് കല്യാൺ സോന. ഓക്കെ, കല്യാൺ സോന, സോനാലിക ഇത് രണ്ടും എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പുമായി ബന്ധപ്പെട്ടതാണ്. മറക്കരുത്, അത് ഗോതമ്പുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, നമ്മുടെ മൗലികാവകാശങ്ങളുടെ ശില്പി.
ഓക്കെ, നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. എന്താണ്? എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നാൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്, അല്ലെ? സുപ്രീം കോടതിയാണ്. അപ്പൊ ജസ്റ്റ് എല്ലാവരും നമ്മൾ കണക്ട് ചെയ്ത് ഓരോ കാര്യം പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ച് പോകാം. നമ്മൾ ഓരോ കാര്യവും മൈൻഡിൽ ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ അതിങ്ങനെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു റിവിഷൻ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ പറ്റുന്ന അത്രേ ഒരാളുടെ പേര് നമ്മൾ കേൾക്കുകയാണെങ്കിൽ അയാളെ പറ്റി നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്തൊക്കെ നമുക്ക് അയാളെ പറ്റി അറിയാം അതൊക്കെ ജസ്റ്റ് മെല്ലെ ഒന്ന് ഓർത്തെടുക്കുക. പറ്റുന്ന അത്ര ഓർത്തെടുക്കാനുള്ള സമയം പോലെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അയാളെ പറ്റി കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ തന്നെ മൗലികാവകാശങ്ങളെ പറ്റി, അപ്പൊ നമ്മൾ മൗലികാവകാശത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഓർത്തു. അപ്പൊ നമ്മൾ മൗലികാവകാശ പറ്റി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിച്ചു? മൗലികാവകാശം ഏത് ഭാഗത്താണ്? ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ്. അങ്ങനെ ഓരോ ഭാഗവും നമുക്ക് എന്തൊക്കെ ഓർത്തെടുക്കാൻ പറ്റും അത്രയും ഓർത്തെടുത്ത് ഉള്ളിൽ റിവിഷൻ നടത്തട്ടോ. മാക്സിമം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ എത്രത്തോളം കൂടുതൽ പഠിക്കുന്നോ അത്രത്തോളം, അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടുണ്ടാണോ, നിങ്ങൾ കൂടുതൽ പിന്നെ നമുക്ക് അടുത്തയിലേക്ക് പോകാൻ തോന്നും. ഉള്ള കാര്യം നമ്മൾ റിവൈസ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും അടുത്തൊരു ഭാഗത്തിലേക്ക് പോകരുത്. ഉള്ളത് റിവിഷൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയ ശേഷം മാത്രം എപ്പോഴും അടുത്ത ഭാഗത്തിലേക്ക് പോവാം. കാരണം ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് അറിയുന്നുണ്ട് നമ്മുടെ ഫാൾട്ട് എന്താണെന്ന്. ഞാൻ റിവിഷൻ ചെയ്യാത്ത പ്രശ്നമാണ്, അല്ലെങ്കിൽ എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുമായിരുന്നു. ഇനി നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ കൂടെ പോട്ടെ, അല്ലെങ്കിൽ ചോദ്യം അറിയില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കണ്ട അല്ലെങ്കിൽ ഓപ്ഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയും ഈ ഓപ്ഷനിൽ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. കാരണം ഓപ്ഷനിൽ ശ്രീനാരായണ ഗുരു എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവും ഈ പറഞ്ഞ പ്രസ്താവനയും തമ്മിൽ ഒരു ബന്ധമില്ല നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തെടുക്കാൻ പറ്റും. കാരണം എന്താ? നിങ്ങൾ ആ പഠിച്ച ഭാഗം പെർഫെക്റ്റ് ആണ്. അപ്പൊ പഠിച്ച ഭാഗം പെർഫെക്റ്റ് ആക്കി പോയാൽ ഒരു പക്ഷേ അറിയാത്ത കാര്യങ്ങൾ കൂടി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയേക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ റിവിഷൻ കുറക്കരുത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ റിവിഷൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ റിവിഷൻ ചെയ്യുക. ഒരു കാര്യത്തെ പറ്റി പഠിക്കുമ്പോൾ അതുമായി ബന്ധമില്ലെങ്കിൽ കൂടി, ഇപ്പൊ നമ്മളിവിടെ ഭരണഘടനയൊക്കെ പോകേണ്ട ഒരു കാര്യമില്ല. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കണക്ഷൻ വന്നു? അപ്പൊ നമ്മൾ ഭരണഘടനയൊക്കെ ഒന്ന് ചെന്ന് നോക്കുക. നമുക്ക് എപ്പോഴും റിവൈസ് ചെയ്യാൻ അതിനായിട്ട് സമയം കിട്ടിക്കോണമെന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അതുകൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. ആരും റിവിഷൻ കുറക്കരുത്. എന്റെ വീഡിയോ കാണുന്ന ആരും ഒരിക്കലും റിവിഷൻ കുറക്കരുത്. എന്റെ റിക്വസ്റ്റ് ആണ്. പറ്റുന്ന അത്രയും നിങ്ങൾ റിവിഷൻ ചെയ്യണം. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യം റിവിഷൻ ആണ്. നമുക്ക് തോന്നും ഇനിയും ഞാൻ പഠിക്കാണ്ട്, ഇനി ഇത് പഠിക്കണം, അത് പഠിച്ച ശേഷം റിവൈസ് ചെയ്യാം. അങ്ങനെ കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ ഈ പഠിച്ചു വെച്ച സാധനങ്ങൾ ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അത് പഠിക്കാൻ ഒരു സമയം കണ്ടെത്തണം. ആദ്യം തൊട്ട് പിന്നെയും പഠിക്കാം. ഞാൻ എന്താ പഠിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മല്ല എന്നിട്ട് ആദ്യം അതിലേക്ക് തന്നെ പോകും. അപ്പൊ അതിലും നല്ലത് നിങ്ങൾ പഠിച്ച ഓരോ ഭാഗങ്ങളും നിങ്ങൾ റിവൈസ് ചെയ്ത് വരുന്നതാണ്. നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യുക, റിവിഷൻ കുറക്കരുത്. അപ്പോൾ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹം എന്താണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റു അല്ലെ? ഋതുരാജൻ എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. ഓക്കെ. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ് ഈ ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത്? അതാരാണ് ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത്? ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനായ, അല്ലെങ്കിൽ ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച ഏഷ്യക്കാരനായ രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ? നെഹ്റുവിനെ ഋതുരാജൻ എന്നും ഗാന്ധിജിയെ മഹാത്മാ എന്നും വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഈ നെഹ്റു ഝാൻസി റാണിയെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, എന്താണ് നെഹ്റു ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്? എന്താണ്? ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? നെഹ്റു ഝാൻസി റാണിയെ എന്താണ് വിശേഷിപ്പിച്ചത്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ നമ്മൾ നെഹ്റുവിൽ നിന്ന് നമ്മൾ എന്താ പഠിച്ചത്? ഹരിത വിപ്ലവത്തിൽ നിന്നും നമ്മൾ നെഹ്റുവിലേക്ക് എത്തി, നെഹ്റുവിൽ നിന്നും നമ്മൾ ഝാൻസി റാണിയിലേക്ക് എത്തി. അപ്പൊ ഝാൻസി റാണി എന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്? 1857 വിപ്ലവം അല്ലെ? അല്ലെങ്കിൽ 1-ാം സ്വാതന്ത്ര്യ സമരം അല്ലെ? ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ് അല്ലെ? ഝാൻസി റാണി. അപ്പൊ അതിൽ തന്നെ ഝാൻസി ഉണ്ട്, റാണി ഉണ്ട്. അപ്പൊ റാണി ലക്ഷ്മിബായി. ഇനി റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്തെന്ന് ചോദിച്ചാൽ അത് മണികർണിക എന്നാണ് അല്ലെ? മണികർണിക. റാണി ലക്ഷ്മിബായിയുടെ കുതിരകളുടെ പേരടക്കം നമ്മൾ ഓർത്തു വെക്കണം. എന്താണ്? ബാദൽ, സാരംഗി, പവൻ എന്നീ 3 കുതിരകളാണ്. ബാദൽ, സാരംഗി, പവൻ. ഓക്കെ. ഈ റാണി ലക്ഷ്മിബായിയെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഹ്യൂഗറോസ് ആണ് കേട്ടോ. ഓക്കെ. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഹ്യൂഗറോസ് ആണ്. 1857 വിപ്ലവത്തെ 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്?
VD സവർക്കർ ആണ്. VD സവർക്കർ ആണ് 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഓർത്തെടുക്കണം. കാരണം നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ ചാടി കളിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നും പഠിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ അങ്ങനെ തന്നെ പഠിക്കാൻ നോക്കാം. നമുക്ക് ഒന്ന് വേഗം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് വരാം. ആരാണ് നമ്മൾ ഹരിത വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച സ്ഥലം എവിടെയെന്ന് പഠിച്ചു? മെക്സിക്കോയിലാണ് കേട്ടോ. മെക്സിക്കോയിൽ 1944 ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗാണ്. അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണെന്ന് നമ്മൾ പഠിച്ചു. സൊണോറ 64 ലെർമ 64 ഇതൊക്കെ നോർമൻ ബോർലോഗ് വികസിപ്പിച്ചെടുത്തതാണ്. ഓക്കെ, ഇനി ധനസഹായം നൽകിയത്, ഹരിത വിപ്ലവത്തിന്റെ തുടക്കകാലത്ത് ധനസഹായം നൽകിയത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആണ്. അദ്ദേഹത്തിന് നോർമൻ ബോർലോഗിന് നോബൽ സമ്മാനം ലഭിച്ചത് 1970 സമാധാനത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ബോർലോഗ് അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു, അത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇദ്ദേഹം കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ ബോർലോഗ് അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ് അല്ലെ. വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം ഏഷ്യയിൽ തുടക്കം കുറിച്ചത് എവിടെയാണ്? ഫിലിപ്പൈൻസിലാണ്. അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ പിതാവാരാണ്? MS സ്വാമിനാഥനാണ്. അദ്ദേഹം ജനിച്ചത് തമിഴ്നാട് കുംഭകോണത്ത് 1925 ഓഗസ്റ്റ് 7 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ചു. അദ്ദേഹത്തിന്റെ തറവാട് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പാണ് അദ്ദേഹത്തിന്റെ തറവാട്. അദ്ദേഹം ഒരു മലയാളിയാണ്. ഓക്കെ, 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചത്. ചെന്നൈയിൽ വെച്ചിട്ടാണ് അന്തരിച്ചത്. അപ്പൊ ഈ ഡേറ്റ് എന്തായാലും അറിഞ്ഞു വെക്കണം. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചത്. ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി എന്നറിയപ്പെടുന്നതും ഫാദർ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്നറിയപ്പെടുന്നതും ആരാണ്? MS സ്വാമിനാഥനാണ്. സർബതി സൊണോറ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു പ്രധാന ഗോതമ്പിനമാണ് സർബതി സൊണോറ. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് MS സ്വാമിനാഥൻ. നാഷണൽ അഗ്രികൾച്ചറൽ കമ്മീഷന്റെ ആദ്യ മലയാളി അധ്യക്ഷനാണ് ആര്? MS സ്വാമിനാഥൻ. അദ്ദേഹത്തിന് മാക്സസെ പുരസ്കാരം ലഭിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1971 ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനിലയിലാണ്. അതിന്റെ ആസ്ഥാനം കൂടി നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇപ്പൊ WHO ആസ്ഥാനം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ അതുമായി ബന്ധപ്പെട്ടതൊക്കെ അറിഞ്ഞു വെക്കുക. ഓക്കെ, WTOയുടെ ആസ്ഥാനവും ജനീവയാണ് അല്ലെ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനവും ജനീവയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? മനിലയിലാണ്. അധ്യക്ഷനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ്? ചെന്നൈയാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന് ചോദിച്ചാൽ അത് MP സിംഗ് ആണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ പേരുകളാണ് നമ്മൾ പഠിച്ചത്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവ നായകൻ എന്നറിയപ്പെടുന്നത് MP സിംഗ് ആണ്. പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കുക. പിന്നെ കേന്ദ്രമന്ത്രി ആരാന്ന് ചോദിച്ചാൽ C സുബ്രഹ്മണ്യമാണ് കേട്ടോ. കേന്ദ്രമന്ത്രി ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സമയത്ത് ഇന്ത്യയിൽ കേന്ദ്രമന്ത്രി ആരാന്ന് ചോദിച്ചാൽ കേന്ദ്ര കൃഷി വകുപ്പ്, കേന്ദ്രമന്ത്രിയല്ല കേന്ദ്ര കൃഷി മന്ത്രി, സോറി കേന്ദ്രമന്ത്രി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേന്ദ്ര കൃഷി മന്ത്രി കേട്ടോ, സോറി കേന്ദ്ര കൃഷി മന്ത്രി. നമുക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇടുമ്പോൾ അതിൽ ചെറിയൊരു കറക്ഷൻ വരുത്തിയിട്ടാ കേട്ടോ. അപ്പൊ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ C സുബ്രഹ്മണ്യമാണ്. കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാന്ന് ചോദിച്ചാൽ ഗോതമ്പാണ് കേട്ടോ. കൂടുതൽ വിളഞ്ഞ ധാന്യം ഗോതമ്പാണ്. നമ്മൾ പഠിച്ചു കൂടുതൽ വിളഞ്ഞ ധാന്യമാണ് ഗോതമ്പ്. കൂടുതൽ നേട്ടം കൈവരിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ്. ഓക്കെ, ഇന്ത്യയിൽ കല്യാൺ സോന സോനാലിക, ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഗോതമ്പ് ഇനങ്ങളാണ് കല്യാൺ സോന സോനാലിക. അപ്പൊ ഈ രണ്ട് പേരുകളും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗോതമ്പുമായി ബന്ധപ്പെട്ടതാണ്. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം കാലഘട്ടം 60കളുടെ പകുതി മുതൽ 70കളുടെ പകുതി വരെയും, രണ്ടാം ഘട്ടം 70കളുടെ പകുതി മുതൽ 80കളുടെ പകുതി വരെയുമാണ്. ഓക്കെ, എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇന്ന് പഠിച്ച ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, നല്ല രീതിയിൽ മനസ്സിലായി എന്ന് തോന്നുകയാണെങ്കിൽ, ഇനിയുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവിഷൻ ഒട്ടും കുറയ്ക്കരുത്. ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ റിവിഷൻ ഒട്ടും കുറച്ചിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കരുത്. റിവിഷന് നല്ലൊരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ
തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുക. പറ്റുന്ന അത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഐഡിയ, നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതി എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒരു കാര്യത്തെ പറ്റി പഠിക്കുമ്പോൾ ഈ പേര് ഞാൻ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടാണെങ്കിലും നിങ്ങൾ ആ രീതിയിൽ റിവൈസ് ചെയ്യുക. അപ്പൊ കൂടുതൽ നമുക്ക് റിവിഷനോട് ഒരു ഇഷ്ടം തോന്നും. ഈ റിവിഷൻ എന്ന് പറയുന്നത് പഠിച്ച കാര്യം തന്നെ പിന്നെയും വായിക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വെറുപ്പ് തോന്നും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഈ റിവിഷനെ കൊണ്ട് നല്ലൊരു ഉപകാരം എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതി നല്ലൊരു റാങ്ക് തന്നെ നേടാൻ ശ്രമിക്കുക. ജീവിതം മാറ്റി മറിക്കാനുള്ളതല്ലേ, നമ്മൾ ഒരുപാട് പ്രതീക്ഷയിൽ തുടങ്ങിയ ഒരു സംഭവമാണ്. അപ്പൊ ഈ പ്രതീക്ഷ കൈവിടരുത്. പക്ഷേ നമുക്ക് പ്രതീക്ഷ മാത്രം പോരാ, നമ്മുടെ ഹാർഡ് വർക്കും കൂടി ഇവിടെ വേണം. അപ്പൊ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കിന്റെ കൂടെ സ്മാർട്ട് വർക്കും വേണം. ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് കാണുന്ന കാര്യം വെറുതെ വായിച്ചിരിക്കലല്ല, നമ്മൾ പഠിക്കേണ്ട രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ചിലപ്പോൾ കുറച്ച് സമയം നമുക്ക് പഠിക്കാൻ കിട്ടുന്നതിലും അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നും കാണാൻ കഴിയും. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും നല്ലൊരു റാങ്ക് തന്നെ നേടാൻ കഴിയട്ടെ. എല്ലാവർക്കും ഈ വർഷം തന്നെ അല്ലെങ്കിൽ ഈ വരുന്ന നല്ല ഒരു അറ്റംപ്റ്റിൽ തന്നെ നല്ലൊരു ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.